ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു സിമ്പിൾ ഫിഷ് കറി ആണ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഒത്തിരി സിമ്പിളാണ്, പക്ഷേ ഒത്തിരി ടേസ്റ്റുള്ള കറിയാണ്. സോ നമുക്ക് ആ ഫിഷ് കറി എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് കാണാം. മീൻ കറിക്ക് വേണ്ടുന്ന ചേരുവകൾ: 1 കിലോ മീൻ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെമ്പല്ലി എന്ന് പറഞ്ഞ മീനാണ്. 4 ചുവന്നുള്ളി, 10 ചെറിയ വെളുത്തുള്ളി, പിന്നെ ഒരു ഇഞ്ചിയുടെ കഷ്ണം 2.5 ഇഞ്ചോളം ഉണ്ട് ഈ ഇഞ്ചി. കാശ്മീരി ചില്ലി പൗഡർ 4 ടേബിൾ സ്പൂൺ, മെഷറിംഗ് സ്പൂണിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. 3 കുടംപുളി എടുത്ത് നന്നായി കഴുകി അത് വെള്ളത്തിലിട്ടു. സ്റ്റൗ ഓൺ ചെയ്തു. ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. വെളിച്ചെണ്ണ മീൻ കറിക്ക് എപ്പോഴും ഇച്ചിരി കൂടുതൽ ഒഴിക്കണം. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് പൊട്ടി തീരാറാവുമ്പോൾ 6 ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് ചുവന്ന് വരുമ്പോൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചിക്ക് ഇച്ചിരി മൂപ്പ് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ആദ്യം ഇഞ്ചി ഇട്ടത്. ഇഞ്ചി ഒരിച്ചിരി ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ഇട്ട് കൊടുക്കുവാണേ. അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരുവിധം ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. തീ അഡ്ജസ്റ്റ് ചെയ്ത് വേണം വഴറ്റാൻ. കാരണം എൻ്റെ ചീനച്ചട്ടി ആണെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. അത് ചൂടായി കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങ് ചൂടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ താത്തി വെച്ചിട്ട് പിന്നെ ഇടയ്ക്ക് തീ കൂട്ടി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മീൻകറി നല്ല ടേസ്റ്റോടെ കൂട്ടാൻ പറ്റുമെന്ന് ഞാൻ ഗ്യാരണ്ടി. ഉള്ളിയൊക്കെ മൊരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആ തീ അങ്ങ് ഓഫ് ചെയ്തു. എന്നിട്ട് പൊടിയെല്ലാം ഇട്ട് കൊടുത്തു. തീ ഓഫ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം പാൻ നല്ല ചൂടായിട്ട് കിടക്കുകയാണ്. ആ സമയത്ത് നമ്മൾ തീ ഉണ്ടെങ്കിൽ കരിഞ്ഞു പോകും. പൊടിയൊക്കെ എണ്ണയിൽ മിക്സായി കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഒരിക്കലും പുളി വെള്ളം ഒഴിക്കരുത്. കാരണം പുളി ചെല്ലുമ്പോൾ ഇരുമ്പിൻ്റെ അംശം ഇളകി വരും. 1/4 to 1/2 ഗ്ലാസ് വെള്ളം ഞാൻ അതിൽ ഒഴിച്ചിട്ടുണ്ട്. ആ അരപ്പൊന്ന് മുങ്ങിക്കിടക്കുന്നു ചെറുതായിട്ട്. എന്നിട്ട് ഞാൻ തീ ഓൺ ചെയ്ത് നന്നായിട്ട് വഴറ്റി എണ്ണ തെളിയുന്നത് വരെ, അതാണ് ഇതിൻ്റെ കണക്ക്, എണ്ണ തെളിയുന്നത് വരെ അത് വഴറ്റണം. ചെറിയ തീയിൽ വേണം വഴറ്റാൻ കേട്ടോ. തീ ഒട്ടും കൂട്ടി വെക്കരുത്. നമ്മൾ ചെറിയ തീയിൽ വഴറ്റി എണ്ണ തെളിയുന്നത് വരെ വഴറ്റുക. വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞു വരുന്നത് കണ്ടോ. ഇങ്ങനെ തെളിഞ്ഞു വന്നു കഴിയുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരും. നമ്മൾ തവി ഇങ്ങനെ അതിൽ തൊടുമ്പോൾ നമ്മുടെ തവിയിൽ മുട്ടത്തില്ല. അതൊക്കെ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ പാനിൽ നിന്ന് ഈ അരപ്പ് വിട്ടുവരും. എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞു. ഒരു 1/4 ഗ്ലാസ്സിലൊക്കെ കുറവ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഈ അരപ്പ് ഞാൻ മൺചട്ടിയിലേക്ക് മാറ്റുക. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ പുളി വെള്ളത്തിലിട്ടേക്കുന്ന വെള്ളം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് അതിൽ നിന്ന് 2 കഷ്ണം പുളി കീറി ഞാൻ ചട്ടിയിലിട്ട് കൊടുക്കുക. പാൻ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ആ ചാറ് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. സ്റ്റൗ ഞാൻ ഓൺ ചെയ്യുവാണ്. നന്നായി ഇളക്കി യോജിപ്പിച്ച് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. മീന് കുറച്ച് വെള്ളം നമ്മളിട്ട് കഴിയുമ്പോൾ മീനിൻ്റെ വെള്ളം കുറച്ച് വരും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ചാറ്, നമ്മുടെ പരുവത്തിനനുസരിച്ചുള്ള, ഞാനൊരു കുറുകിയ പരുവത്തിനാണ് എൻ്റെ ചാറ് ഇരിക്കേണ്ടത്. ഇപ്പോൾ മീൻ തിളച്ച് കഴിഞ്ഞു. ഞാൻ മീൻ പെറുക്കിയിടുകയാണ്. എല്ലാം മൊത്തം മീൻ ഇട്ട് കഴിഞ്ഞിട്ട് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഞാൻ അടച്ചു വയ്ക്കും. ഞങ്ങൾക്ക് എരിവ് കുറവ് മതി. അതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നല്ല ടേസ്റ്റും ആയിരിക്കും. കുറുകി നല്ല റെഡ് കളറും അതുപോലെ തന്നെ ചാറിന് നല്ല കുറുകിയും ഇരിക്കും. ഉപ്പ് നോക്കിയപ്പോൾ കുറവ് കണ്ടതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഞാനൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ചട്ടി ചുറ്റിച്ച്, മീൻ പൊടിഞ്ഞു പോകരുത്, ചട്ടി ചുറ്റിക്കുകയോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് സൂക്ഷിച്ച് മീൻ ഉടയാതെ ഇളക്കി കൊടുക്കണം. പിന്നെയും അടച്ചു വെച്ച് വേവിക്കുക.
ഉപ്പും പുളിയും നോക്കിയപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാനത് ഇട്ട് കൊടുത്തു. ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തുറന്ന് വെച്ച് ഞാൻ വറ്റിക്കുകയാണ്, കാരണം മീനെല്ലാം വെന്തു. മീൻ അധികം വേവില്ല, മീനെല്ലാം വെന്തതുകൊണ്ട് ഞാൻ തുറന്ന് വെച്ച് വറ്റിച്ച് നമുക്ക് ആവശ്യമായ ചാറിന് പരുവമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എണ്ണ തെളിഞ്ഞ് വരും, അതാണ് അതിൻ്റെ പരുവം. എണ്ണ തെളിഞ്ഞ് കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉപ്പും പുളിയും എല്ലാം നോക്കണം കേട്ടോ. കറിയുടെ ചാറെല്ലാം പരുവത്തിന് പറ്റിയിട്ടുണ്ട്. സോ ഞാനതുകൊണ്ട് തീ ഓഫ് ചെയ്യുവാണ് കേട്ടോ. തിളയെല്ലാം നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഞെരടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു. ഇത്ര മതി കേട്ടോ. ഇനി ഉടനെ അടച്ചു വെക്കുക. നമ്മുടെ മീൻ കറി റെഡിയായി. കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കൂ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ, കപ്പയുടെ കൂടെ എല്ലാം കഴിക്കാൻ നല്ലതാണ് കേട്ടോ. പുട്ടിൻ്റെ കൂടെയും കഴിക്കും. ഇവിടത്തെ ഞാൻ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കപ്പയും കുറച്ച് മീൻകറിയും കൂടി എടുത്ത് ഞാൻ കഴിക്കാൻ പോവുകയാണ്. കപ്പയും മീൻകറിയും, ഈ മുളകരച്ച മീൻകറിയും കൂടി കഴിക്കുന്നത് എന്ത് ടേസ്റ്റാണെന്നറിയാമോ? നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. ഇനി പുതിയ വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ. ലവ്ലി നസ്രത്ത്.